ബി.ജെ.പിയും ആർ.എസ്.എസും ഒക്കെ ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാചകം ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചാണ്, നമ്മുടെ പ്രൈഡിനെ കുറിച്ചാണ്. ആ പ്രൈഡും അഭിമാനമൊക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ ഇതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസമുണ്ടായി. ബുധനാഴ്ച, കൃത്യമായി പറഞ്ഞാൽ 1:55 ടെക്സാസിൽ നിന്ന് പറന്നിറങ്ങിയ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇന്ത്യയിലെ അമൃതസർ, പഞ്ചാബിലെ അമൃതസർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഇറങ്ങുകയും അതിൽ നിന്ന് 205ഓളം വരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള പൗരന്മാർ അവർ തല കുനിച്ചുകൊണ്ട് കാലുകളിലും കൈകളിലുമൊക്കെ ചങ്ങലയിട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ആ കാഴ്ച കാണാൻ കാരണം ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകളെ അമേരിക്ക പുറത്താക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അമേരിക്ക പുറത്താക്കിക്കോട്ടെ, അതിന് നമുക്ക് വിരോധമില്ല. കാരണം ഒരു രാജ്യത്തിനും അങ്ങോട്ട് നുഴഞ്ഞു കയറുന്ന ഇല്ലീഗലായി നിയമപരമല്ലാതെ വരുന്ന മൈഗ്രൻസിനെ അവിടെ തന്നെ പാർപ്പിക്കണമെന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് ആ 205 പേരെയും പുറത്താക്കുന്നതിൽ നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് തന്നെ നിങ്ങൾ അറിയേണ്ടത് 25 സ്ത്രീകളുണ്ടായിരുന്നു, 12 കുട്ടികളുണ്ടായിരുന്നു, 4 വയസ്സുള്ള കുട്ടി വരെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള പുരുഷന്മാരെ എല്ലാം ഇവർ കൊണ്ടുവന്നത് കാലിലും കൈകളിലും ചങ്ങലക്കിട്ടാണ്. സാധാരണ ഇന്ന് വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെയും യുദ്ധവിമാനം ഇന്ത്യയുടെ മണ്ണിലേക്ക് പറന്നിറങ്ങിയിട്ടില്ല. അത്തരത്തിലുള്ളൊരു ചരിത്രത്തിൽ ആദ്യമായിട്ട് US-ൻ്റെ ഒരു യുദ്ധവിമാനം ഇന്ത്യയുടെ മണ്ണിലേക്ക് പറന്നിറങ്ങി. നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം, അവിടെ നിന്ന് ആളുകളെ, ഇല്ലീഗൽ മൈഗ്രൻസിനെ അമേരിക്കക്ക് ഡീപ്പോർട്ട് ചെയ്യാം. ഏതാണ്ട് 7.25 ലക്ഷത്തോളം ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 18,000-ഓളം പേര് ഇപ്പം തന്നെ അമേരിക്ക കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. ആ കണ്ടുപിടിച്ചവരെ സാധാരണ ഡീപ്പോർട്ട് ചെയ്യുന്നത് പാസഞ്ചർ വിമാനങ്ങളിലാണ്. അല്ലെങ്കിൽ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ തന്നെ വിമാനങ്ങൾ അയച്ചു കൊടുക്കും, നമുക്കങ്ങനെ ഡീപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഈ ആളുകളെ ഡിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമല്ല, പകരം ഇന്ത്യയുടെ മണ്ണിലേക്ക് ഇത്തരത്തിലൊരു യുദ്ധവിമാനം ഇറക്കാൻ അമേരിക്കക്ക് അനുമതി കൊടുത്തതാരാണ്? ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ്. അതുകൊണ്ട് നമ്മുടെ മണ്ണിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ യുദ്ധവിമാനം വന്നിറങ്ങിയിരിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്യാൻ നമ്മുടെ ഭരണാധികാരികൾക്ക്, പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിക്കുമൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റാത്തത് എന്താണെന്നാണ്. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് നരേന്ദ്രമോദി, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളിൽ ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ട്രംപ് ജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ ഹൂസ്റ്റണിൽ പോയി ഒരു പ്രചരണ പരിപാടിയിൽ പോലും നരേന്ദ്രമോദി പങ്കെടുത്തതാണെന്ന് ഓർക്കണം. പക്ഷെ അതിൻ്റെ ഒന്നും മര്യാദ കാണിക്കാതെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ കയ്യിലും കാലിലും കൂച്ചുവിലങ്ങിട്ട് 40 മണിക്കൂർ ഫ്ലൈ ചെയ്ത് മറ്റ് 3 സ്ഥലങ്ങളിൽ നിർത്തി ഇന്ധനം നിറച്ച് ഏതാണ്ട് ഒരു തവണ മാത്രം ഇവർക്ക് ഒരു ടോയ്ലറ്റ് ബ്രേക്ക് അനുവദിച്ചുകൊണ്ട് ബാക്കി മുഴുവൻ സമയം ഇവരെ അടിമകളെപ്പോലെ ഇരുത്തി ശിക്ഷിച്ച് ഇന്ത്യയുടെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുകയാണ്. ആ മണ്ണിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നമ്മുടെ രാജ്യം അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല, എതിർപ്പായിട്ടുള്ള ഒരു പ്രസ്താവന പോലും കൊടുത്തില്ല എന്നുള്ളത് ഈ ദേശീയതയിൽ അഭിരമിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എവിടെയാണെന്നാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ശക്തി നമുക്കറിയാമല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇപ്പോൾ ഇന്ത്യ. നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്ന രാജ്യമാണ്. അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന് നട്ടല് നിവർത്തി അമേരിക്കയോട് നിങ്ങളുടെ ഒരു യുദ്ധവിമാനവും ഞങ്ങളുടെ നാട്ടിൽ ഇറക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണ്? ഇത് കേൾക്കുന്ന ഓരോരുത്തരും ആലോചിക്കണം. നമ്മൾ ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് ഒരു യുദ്ധവിമാനവും വന്നിറങ്ങണ്ട, അങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഒരു അനുമതി കൊടുക്കണ്ട. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ അറിയിക്കുകയും കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ തന്നെ അനുമതി കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കയ്യിലും കാലിലും ചങ്ങലയിട്ടു എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേരത്തെ തന്നെ ചില ഫോട്ടോസൊക്കെ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ അത് നമ്മുടെ ചിത്രങ്ങളല്ല എന്നും ഗാട്ടിമാലയിലേക്കുള്ള ചിത്രങ്ങളാണെന്ന് പറഞ്ഞാണ് വിദേശകാര്യ വകുപ്പ് അതിനെ കൈയൊഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഇത് അമേരിക്കയുടെ ഒരു സാധാരണ നടപടി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ജയശങ്കർ അതിനെതിരെ ഒരു പ്രതിഷേധം പോലും ഉയർത്താതെ പോയി. ഈ പ്രതിഷേധം പോലും ഉയർത്താതെ പോകുന്ന അവസരത്തിലാണ് നിങ്ങൾ അറിയേണ്ടത് 2 ചെറിയ രാജ്യങ്ങൾ. ഒന്ന്, കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. ആ ഗുസ്താവോ പെട്രോ വളരെ കൃത്യമായി പറഞ്ഞ കാര്യം, ഈ വിമാനം കൊളംബിയയിൽ ഇറക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ആദ്യം നിലപാടെടുത്തത്. ഏറ്റവും ഒടുവിൽ 25% തീരുവ അവിടെ നിന്നുള്ള ഇറക്കുമതി ഐറ്റങ്ങൾക്ക് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒടുവിൽ വഴങ്ങിക്കൊടുത്തു. പക്ഷെ വഴങ്ങിക്കൊടുത്തപ്പോൾ പോലും അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്നത് കൊടും ക്രിമിനൽസ് അല്ല, അവർ കുറ്റവാളികളല്ല.
ഒരു സാധാരണ മനുഷ്യന് കിട്ടേണ്ട എല്ലാ ഡിഗ്നിറ്റിയോടും കൂടി അവരെ ട്രീറ്റ് ചെയ്യണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് നമുക്കറിയാം, ബ്രസീലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ലുല ഡിസിൽവ എന്ന് പറയുന്നയാൾ, അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് US-നോട് ഇതിനോട് വിശദീകരണം തേടുകയും ഇതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു എന്നറിയണം. എന്ന് പറഞ്ഞാൽ രണ്ട് ഏറ്റവും ചെറിയ രാജ്യങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധിക്കുമ്പോഴാണ് ഇന്ത്യ പോലൊരു രാജ്യം ഇതിൽ മിണ്ടാതിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം. ആ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ചില ഭീഷണിപ്പെടുത്തലുകൾ അമേരിക്ക നേരത്തെ നടത്തിയിട്ടുണ്ട്. അതായത് റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന ഒരാൾ US-ൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 1971 ഇന്ത്യ ഇടപെട്ടിട്ട് ബംഗ്ലാദേശും പാകിസ്ഥാനെയും തമ്മിൽ വിഭജിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഞങ്ങൾ ഈ പറയുന്ന പോലെ 7th ഫ്ലീറ്റിനെ, അതായത് 7ാം കപ്പൽപ്പടയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയക്കുമെന്ന് പറയുന്നു. ഹെൻറി കിസിഞ്ചർ എന്ന് പറയുന്ന അമേരിക്കയുടെ ഹോം സെക്രട്ടറിയിലൂടെ ഒരു മെസ്സേജ് ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തു. ഇന്ദിരാഗാന്ധിയോട് മറ്റൊരുപാട് വിയോജിപ്പുകളുണ്ടെങ്കിലും ഇന്ദിരാഗാന്ധി തിരിച്ചു പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, അങ്ങനെ ഒരു 7ാം കപ്പൽപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അമേരിക്കയുടെ കപ്പൽപ്പട എത്തിയാൽ ഇവിടെ നിന്ന് വെറും കൈയോടെ തിരിച്ചു പോവില്ല എന്നാണ്. പിന്നീട് റിച്ചാർഡ് നിക്സൺ സ്വന്തം ഭീഷണി 8 മടക്കി പോക്കറ്റിലിടേണ്ടി വന്നു. അന്ന് 1971 കാണിച്ച ആർജവുമെങ്കിലും ഇപ്പോഴും 58 ഇഞ്ചുള്ള നരേന്ദ്രമോദി പോലെയുള്ള പ്രധാനമന്ത്രിയും അതുപോലെ BJP ഗവൺമെൻറ്റും കാണിക്കണമായിരുന്നു എന്നാണ് പറയാനുള്ളത്. അല്ലാതെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുക്കുകയല്ല വേണ്ടിയിരുന്നത്. ഇനി ചില റൈറ്റ് വിങ് ഹാൻഡിലുകൾ കൊടുക്കുന്ന ന്യായീകരണമുണ്ട് ഇതിൽ. ആ ന്യായീകരണം എന്ന് പറയുന്നത്, സൗദി അറേബ്യ കഴിഞ്ഞ തവണ 12,000-ലധികം ആളുകൾ അറസ്റ്റ് ചെയ്തു, 10,000-ഓളം ആളുകളെ, മറ്റു പല രാജ്യങ്ങളിലുള്ള ആളുകളെ ഇതുപോലെ ഡീപ്പോർട്ട് ചെയ്തു, അവിടെ വലിയ കൊടിയ മർദ്ദനം നടക്കുന്നുണ്ട്. ഇതെല്ലാം ശരി തന്നെയാണ്. മറ്റു രാജ്യങ്ങളിലേക്ക് ഇല്ലീഗലായി മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളെ സ്വാഭാവികമായും അതാത് രാജ്യക്കാർ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കില്ല. അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലാകും, ചിലപ്പോൾ മർദ്ദനമൊക്കെ ഉണ്ടാവും. അത് ഓരോ രാജ്യങ്ങളുടെയും രീതി അനുസരിച്ചിട്ടാണ്, അതെല്ലാം ശരി തന്നെ. പക്ഷേ എനിക്ക് അവരോട് പോലും ചോദിക്കാനുള്ളത്, ഏത് രാജ്യത്തിൻ്റെ യുദ്ധവിമാനമാണ് ഇതുപോലെ നമ്മുടെ മണ്ണിലേക്ക് വന്നിറങ്ങിയിട്ടുള്ളത്? ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ നമ്മളെ പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പണിക്കും ഇന്ത്യ രാജ്യം തലകുനിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ വളർന്നിരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യങ്ങളിലൊന്നാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മിലിറ്ററി പേഴ്സൺസ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. വലിയ തോതിൽ ടെക്നോളജിക്കലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. 4ാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇന്ത്യ. അത് 3ാമതെത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന പല കാര്യങ്ങളും തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5ാമത്തെ സാമ്പത്തിക ശക്തിയിൽ നമ്മൾ 3ാമത്തേതിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വഗുരു ആയില്ലെങ്കിലും സ്വന്തം തല കുരിക്കേണ്ടതില്ലാത്ത രീതിയിൽ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ ഈ പറയുന്ന BJPയും നരേന്ദ്രമോദി സർക്കാരും ഒക്കെ തയ്യാറാകേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. നിങ്ങൾ റൈറ്റ് വിങ്ങോ, നിങ്ങൾ BJPക്കാരനോ, നിങ്ങൾ RSSകാരനോ, നിങ്ങൾ കോൺഗ്രസ്സുകാരനോ, നിങ്ങൾ CPMകാരനോ, നിങ്ങൾ ഏത് പാർട്ടിക്കാരനോ ആയിക്കോട്ടെ, പക്ഷേ ഇത് ഇന്ത്യയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പണിക്കും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമാണ്. എനിക്ക് തീവ്രമായ ദേശീയതയൊന്നുമില്ലാത്ത ഒരാളാണ്. ഈ ഇന്ത്യയിൽ ജീവിക്കുന്നതും അയൽവക രാജ്യങ്ങളിൽ ജീവിക്കുന്നതുമൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണെന്നും അവരൊക്കെ ഏതെങ്കിലും ഭൂഖണ്ഡങ്ങളിലോ ഏതെങ്കിലും രാജ്യങ്ങളിലോ ഒക്കെ പിറന്നു വീണു എന്ന് മാത്രമേ ഉള്ളൂ എന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ തീവ്ര ദേശീയതയുടെ പ്രശ്നമല്ല, ഒരു പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ മണ്ണിലേക്ക് ഒരു യുദ്ധവിമാനവും ഇറക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ലാത്തതാണ്. ഏറ്റവും നാണം കെട്ട കാര്യം എന്ന് പറയുന്നത്, ജയശങ്കർ എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ തന്നെ കൈവിലങ്ങ് വെച്ചിട്ടുണ്ടായില്ല എന്ന് പറയുന്ന ഒരു ഔദാര്യം കാണിച്ചു എന്നാണ്. 40 മണിക്കൂർ 6 ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പത്തിരുത്തി ഇന്ത്യയുടെ മണ്ണിൽ കൊണ്ട് ഇവരിറക്കാൻ മാത്രമുള്ള പാതകം അവർ ചെയ്തെങ്കിൽ അവരുടെ മണ്ണിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നിറങ്ങുമ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പേടിപ്പിക്കുന്ന ഒരു നടപടിക്ക് ഇന്ത്യ വഴങ്ങിക്കൊടുത്തു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ്, ദുഃഖകരമാണ്. ഇത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ പ്രശസ്തിക്കും യശസ്സിനും മുകളിലിട്ട ഒരു മങ്ങലാണ് എന്നുള്ളത് പറയാതെ വയ്യ.